ഹായ് മക്കളെ, നീറ്റ് പ്രിപ്പറേഷനിൽ മോഡൽ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വരുത്തുന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ്. ആൻഡ് എങ്ങനെയാണ് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 3 ടൈപ്സ് ഓഫ് നെഗറ്റീവ് മാർക്കിംഗ് ആണ് നമുക്ക് വരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ നന്നായി ക്വസ്റ്റ്യനൊക്കെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ആ ഒരു OMR ഷീറ്റിൽ ബബിൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ A ബബിൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ B ബബിൾ ചെയ്തു, അല്ലെങ്കിൽ 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് പകരം അതിൻ്റെ താഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അങ്ങനെ ബബിളിങ് മിസ്റ്റേക്സ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാം അതെങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത്. പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല എന്തെങ്കിലും ചെറിയ രീതിക്ക് മാറിപ്പോയതിൻ്റെ കാര്യത്തിലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാൽക്കുലേഷൻ എറർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു വഴിയുടെയൊക്കെ പ്രശ്നങ്ങൾ കാരണം തെറ്റിപ്പോകുന്ന നെഗറ്റീവ് മാർക്കിംഗ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും അറിയണ്ടാവില്ല, നമുക്ക് എങ്ങനെ ആലോചിച്ചിട്ടും ആ ഒരു ആൻസറിനെ കുറിച്ചൊരു എത്തും പിടിയുണ്ടാവില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എത്ര ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് വെറുതെ കിട്ടിയാൽ ഒരു 4 മാർക്കല്ലേ, പോയാൽ ഒരു മാർക്കല്ലേ എന്ന് കരുതിയിട്ട് വെറുതെ പോയി ബബിൾ ചെയ്തിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് മാർക്കിംഗ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് നെഗറ്റീവ് മാർക്കിങ്ങിനെയും എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ബബിൾ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ. ഇത് നിങ്ങൾ കുറേ തവണ OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബബിൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഒരു സെപ്പറേറ്റ് OMR ഷീറ്റിൽ ബബിൾ ചെയ്തിട്ട് പഠിക്കണം. ചിലപ്പം ഈ തവണ CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഇൻ കേസ് അങ്ങനെ നടന്നില്ലെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യാൻ വളരെ കഴിവുള്ളവരായിരിക്കണം. പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കംപ്ലീറ്റ് ആൻസറും കണ്ടുപിടിച്ച് ലാസ്റ്റ് ബബിൾ ചെയ്യാനിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. പലരും പറയാം ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി അപ്പം തന്നെ പോയി ബബിൾ ചെയ്യാമെന്നാണ്. ഞാൻ യൂസ് ചെയ്തിരുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ ഒന്നിച്ച് ചെയ്ത് വെക്കും. അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഞാൻ ടിക്ക് മാർക്ക് ഇട്ട് പോകും. എന്നിട്ടൊരു 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ഒരു മിനിറ്റ് എടുത്തിട്ട് ബബിൾ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് പോലെയായിരുന്നു എനിക്ക് ഈ ബബിൾ ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു. എനിക്കത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു രീതിയായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നൊരു രീതി അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എറേഴ്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് മക്കൾക്ക് തന്നെ അറിയായിരിക്കും. നമ്മൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അങ്ങനെ നമുക്ക് ഈ കാൽക്കുലേഷൻ എറേഴ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തെത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സെൽഫിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഒരു നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു തരത്തിലും അറിയാത്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ A and B ഇതിൽ ഏതെങ്കിലും ഒന്നാവാമെന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് 4 കൺഫ്യൂഷൻ അല്ലെങ്കിൽ 4 ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വെറുതെ കിട്ടിയാലൊരു 4 മാർക്കല്ലേ പോയാലൊരു മാർക്കല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ ബബിൾ ചെയ്താൽ അത് നെഗറ്റീവ് മാർക്കിംഗ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം ആ 4ൽ 1 മാത്രമേ ശരി ഉത്തരമുള്ളൂ, അതായത് 25% മാത്രമേ നിങ്ങൾക്കത് ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ. 75% ചാൻസ് അത് തെറ്റാവാനാണ്. അപ്പം ബെറ്റർ നിങ്ങൾക്ക് ഒരു തരത്തിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് വെറുതെ പോയിട്ട് മാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്കിപ്പോൾ A and B ഇപ്പം അതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉറപ്പാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് ഗസ് ചെയ്ത് ആൻസർ ചെയ്യുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. പക്ഷെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പക്ഷെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസ് മാക്സിമം ഒഴിവാകും. എന്നാൽ ഒരു തരത്തിലും ആ ക്വസ്റ്റ്യന് ആൻസർ ഏതാണെന്ന് മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കും പോയാൽ ഒരു മാർക്കല്ലേ, പക്ഷേ നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിന് റാങ്ക് വരുന്ന സമയത്ത് ഈ ഒരു മാർക്കിനൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടാണ്ടായി പോയിട്ടുള്ള കുട്ടികളുണ്ട്. ഈ ഒരു മാർക്കിനൊക്കെ ഡ്രീം കോളേജ് നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, ഞാൻ ലാസ്റ്റ് നിമിഷം പോയി വെറുതെ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ പോയിട്ട് വെറുതെ പോയി ബബിൾ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയി. അപ്പോൾ ആ ഒരു ഒറ്റ മാർക്ക് കൊണ്ട് എൻ്റെ ഡ്രീം കോളേജ് ആയിട്ടുള്ള ജിപ്മർ പോണ്ടിച്ചേരി എനിക്ക് മിസ്സായി. അപ്പോൾ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു ആ ഒരു ഒറ്റ നെഗറ്റീവ് മാർക്ക്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കതൊരു ഒരു മാർക്കല്ലേ എന്ന് തോന്നുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു മാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ നെഗറ്റീവ് മാർക്കിങ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. ആൻഡ് നല്ലൊരു മാർക്കൊക്കെ കിട്ടി അടുത്ത വർഷം നിങ്ങളുടെ ഒരു ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് MBBS അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് BDS എന്താണെങ്കിലും പഠിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.